എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. സെറ്റ് നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? എങ്ങനെ പഠിച്ചു തുടങ്ങണം? എല്ലാവർക്കും ടെൻഷനായിരിക്കും ജനറൽ പേപ്പർ എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളത്. സെറ്റ് പരീക്ഷയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയാണ് ഈ ഒരു പേപ്പർ 1ഉം 2ഉം സെപ്പറേറ്റും പാസ്സാകണം, അതേപോലെ തന്നെ കമ്പൈൻ ചെയ്യുമ്പോഴും നമുക്ക് പാസ് മാർക്ക് വേണ്ടേ? അപ്പോൾ ഈ ഒരു പരീക്ഷയിൽ പേപ്പർ 1 നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഈ ഒരു പേപ്പർ 1നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, 60 ആയിട്ട്. ആദ്യത്തെ 60 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ BEd പഠിച്ച ഒരു ടോപ്പിക് തന്നെയാണ്. ഉണ്ട്, ഫിലോസഫി ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതാണ് അവിടെ പഠിക്കാനുള്ളത്. അവിടെ നിങ്ങൾക്ക് പിന്നെയും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അവിടെ കുറച്ച് നമ്മൾ ഓൾറെഡി നിങ്ങളിൽ പലരും കാറ്റഗറി 3ഉം ഒക്കെ എഴുതിയെടുത്തവരാണ് എങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം പിന്നെയും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഭാഗമാണ് ബാക്കിയുള്ള 60 മാർക്ക്. അവിടെയാണ് ഒരുപാട് ടോപ്പിക്കുകൾ മാറി മാറി വരുന്നത്. അവിടെ എന്തൊക്കെ പഠിക്കണം? ആ 60 മാർക്കിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എന്തൊക്കെ പഠിക്കണം നോക്കാം നമുക്ക്. അവിടെ നമുക്ക് ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ജോഗ്രഫിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, കറണ്ട് അഫെയർ, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ മാത്സ്, പിന്നെ വരുന്നതാണ് ബുക്സ്, അതേപോലെ തന്നെ ആർട്ട്, കൾച്ചർ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ അല്ലേ? അപ്പോൾ ഇവിടെ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ എന്തായാലും പഠിച്ചു പോകണം എന്നുള്ളത് നോക്കാം നമുക്ക്. ഫോക്കസ് ചെയ്യേണ്ട ഏരിയകളാണ് ഇനി പറയുന്നത്. ഇവിടെ നമുക്ക് ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക്ക് എന്തായാലും പഠിക്കേണ്ടതാണ്. അവിടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളുടെയും പല ഡാൻസ് ഫോമുകളെ കുറിച്ചിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചിട്ടും അത് ഏതൊക്കെ ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ഡാൻസ് ഫോം ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ചോദ്യങ്ങൾ. പിന്നെ അവിടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളതാണ് എന്താണ്, പുസ്തകങ്ങളും അതേപോലെ തന്നെ ഓതേഴ്സും. അതും എന്താണ്, മാച്ച് ദ ഫോളോയിങ് പോലെ തന്നെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പുസ്തകങ്ങളോ ഒക്കെ ആയിരിക്കാം അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ സമകാലിക സംഭവങ്ങളുമായിട്ട് ചേർത്ത് വേണം പഠിച്ചിട്ട് പോകാനായിട്ട്. പിന്നെ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററിയൊക്കെ നമുക്ക് അങ്ങനെ ഡീപ്പായിട്ടൊന്നും ചോദിക്കാറില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1-2 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ചോദിച്ചു കണ്ടിട്ടുള്ളത് കേരള ഹിസ്റ്ററിയിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് നേരം ഒന്നും കേരള ഹിസ്റ്ററി പഠിക്കാനായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ എന്താണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് കുറച്ചുകൂടെ ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാം. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈവൻസ് ഉണ്ടാവും അല്ലെ, അവയുടെ വർഷങ്ങൾ, അതിനെ ഒന്ന് ക്രൊണോളജിക്കൽ ഓർഡർ ആക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ കേരള ഹിസ്റ്ററിയേക്കാളും നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനു തന്നെയാണ്, ഇന്ത്യൻ ഹിസ്റ്ററിക്കാണ്. പിന്നെ വരുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ, മുൻകാലങ്ങളിൽ ചോദ്യപേപ്പർ എടുക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കണ്ടിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും എടുത്ത് ചോദിക്കുന്നുണ്ട് അല്ലെ. അവിടെ നമുക്ക് എന്തൊക്കെ നോക്കണം, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ നമ്മൾ നോക്കണം. പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ നിന്നും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ നിന്നും പിന്നെ എന്താണ് DPSP അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അവയെക്കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട അമെൻമെൻറ്റുകളും, റീസെൻ്റ് ആയിട്ട് വന്ന അമെൻമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് അത് നമുക്ക് 100 മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ എല്ലാവരുടെയും സംശയമാണ് സയൻസ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. സയൻസ് നമ്മൾ സാധാരണ ഒരു PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെയൊന്നും നമ്മൾ പഠിക്കണ്ട അല്ലേ. അവിടെ സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രധാനമായിട്ടും ഇപ്പോൾ ഏതെങ്കിലും അസുഖവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും വൈറസുകളുടെ പേരുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻസ് പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്ത കാര്യങ്ങളോ അതൊക്കെ ആയിരിക്കാം ബയോളജി വിഭാഗത്തിൽ നിന്നൊക്കെ ചോദിക്കാം. അതല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എലമെൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ, അല്ലെങ്കിൽ കോമ്പൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട, അതൊക്കെ നമ്മൾ ചിലപ്പോൾ 10ാം ക്ലാസ് വരെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ സയൻസ് പഠിച്ചിട്ട് നിങ്ങൾ ഒരുപാട് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കി പോകേണ്ടത് എന്നുള്ളത്.
പിന്നെ നമ്മൾ നോക്കേണ്ടത് ജോഗ്രഫി ഭാഗത്തു നിന്ന്. അവിടെ ജോഗ്രഫിയും കേരള ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം ഒരുപാട് ടൈം എടുത്തൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്, അതായത് റിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ റിവർ എവിടെയൊക്കെയാണ് എന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നോ അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെയാണ് IT. IT-യിൽ നിന്ന് സാധാരണയായിട്ട് കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് IT ആണ്. IT-യിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. 5 മാർക്ക് വരെയുള്ള ചോദ്യങ്ങൾ IT-യിൽ നിന്ന് വരാറുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് IT. അപ്പോൾ ഇങ്ങനെ സിലബസിനെ അറിഞ്ഞ് പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യങ്ങളെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കി വേണം പേപ്പർ 1-നുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ തുടങ്ങാനായിട്ട്. അപ്പം നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പേപ്പർ 1-നുള്ള കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. പേപ്പർ 1-ന് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് തന്നെയാണ് എങ്കിലും അതിനുള്ള കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ഒരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഈ ഒരു വിജയം അടുത്ത സെറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ ബാച്ചുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ സെറ്റ് അസ്ത്ര ടീമിന്റെ പുതിയ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നതിനുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു HSST നോട്ടിഫിക്കേഷൻ ഒന്നും വരാനില്ല, അല്ലെങ്കിൽ വിളിക്കുവോ, ഇതൊക്കെ ആലോചിച്ച് സെറ്റ് പിന്നെ എഴുതാം എന്ന് തീരുമാനിച്ചിരിക്കുന്നവരാണ് എങ്കിൽ നല്ല അവസരങ്ങളാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഓരോ അവസരവും നമ്മൾ തള്ളിക്കളയുമ്പോൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്, അല്ലേ? പുതിയ അവസരങ്ങൾ കിട്ടാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കിട്ടിയ അവസരങ്ങളെ നല്ല രീതിയിൽ വിനിയോഗിക്കാം. നോട്ടിഫിക്കേഷൻ വന്ന് നിൽക്കുന്ന സമയമാണ്. അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് തന്നെയായാലും സിലബസ് അറിഞ്ഞ് പേപ്പർ 1-നും അതേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം പഠിച്ചു തുടങ്ങാനായിട്ട്. അപ്പോൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്